സ്റ്റീൽ ഗേറ്റിന്റെ ഡിസൈൻ കിട്ടിയോ? ഇല്ല സർ. അല്പം ഓർണമെന്റൽ ആയിക്കോട്ടെ. ഓ, എവിടെയാ നിങ്ങൾ? ലോഡ് ഇറക്കിയോ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തണം. പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതിയോ? പോരാ, നാളെ ഉച്ചക്കുമ്പ് വേണം. പരമാവധി ശ്രമിക്കാം. പിന്നെ എന്താ പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ? ഇല്ല. കുഞ്ഞനെന്താ മേശിരി വല്ലതും പറഞ്ഞു? ഇല്ല, എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാൻ പറഞ്ഞു. എന്ത്? അത് കുഞ്ഞനെന്താ പറയും, ഞാൻ അങ്ങോട്ട് മാറിയിട്ടെ. എന്താണ് സാറേ, ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാൽ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിയൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ളപ്പിള്ള? ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല, വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ച് പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവരുത്. അമ്മണി ഇതും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കല്യാണ സദ്യയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗെയിമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലാത്രേ. പുതിയ മരുമോള് ജോലിക്ക് പോയോ? പോയി. ഈ കാലത്ത് ജോലിയുള്ളൊരു പെൺകുട്ടിയെ കിട്ടുകയെന്ന് വെച്ചാ ഭാഗ്യം തന്നെയാ. അല്ല, മോഹൻ അല്ലെങ്കിലും ഭാഗ്യമുള്ളവനെന്ന് വെച്ചോളൂ. നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ. ആ കുട്ടിയുടെ ആങ്ങള ദുബായിലാണല്ലേ? അതെ. പക്ഷെ പണത്തിന്റെയോ പഠിപ്പിന്റെയോ ഒരു അഹങ്കാരവും ആ കുട്ടിയുടെ മുഖത്തില്ല. എന്തൊരു ഐശ്വര്യോ! ആ കണ്ണും ആ മുടിയും ഉള്ളത് പറയാലോ. ഇത്ര അഴകുള്ളൊരു പെൺകുട്ടി ഈ ചുറ്റുവട്ടത്ത് എങ്ങുമില്ല. എല്ലാരും അത് തന്നെയാ പറയുന്നത്. എല്ലാവരും യോഗ അമ്മണി. ഞാൻ അത്ര കണക്കാക്കിയിട്ടുള്ളൂ. അതെ, അലക്കി നിങ്ങൾ സുഖേട്ടന്റെ പുതിയൊരു പാന്റ് കീറി. എപ്പോ? ഓർമ്മയുണ്ടാവില്ലല്ലോ. കാരണം ചെയ്യുന്ന പണി ശ്രദ്ധ വേണ്ടേ? വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെയാ കീറാണ്ടിരിക്കുക? പണി എടുക്കാമെന്നാ പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളയല്ല വേണ്ടത്. വയ്യെങ്കി വരണ്ടാന്നേ. ഒരാൾ കാണാമെന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ മറന്നല്ലേ? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അബുദാബിക്ക് പോകുമ്പോ വീട്ടിൽ വന്ന് ചക്കവരട്ടി കളക്ട് ചെയ്തിരുന്നു, കുട്ടിയുടെ ബ്രദർ പ്രകാശിന് കൊടുക്കാൻ. ഓ, ഭാസുരചന്ദ്രൻ. ഓർമ്മയുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ കല്യാണത്തിന് ഗ്രീറ്റിംഗ് നമ്പർ 8 ഞാൻ ഒരെണ്ണം അടിച്ചിരുന്നു. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. ആക്ച്വലി ഞാനിപ്പോ നാട്ടിൽ ഉണ്ടായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായി പോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കൊന്ന് വീണ്ടും നാട്ടിൽ വന്നതാ. ഈ സാധന സാമഗ്രികളൊക്കെ കുട്ടിക്ക് തരാൻ പ്രകാശം തന്നയച്ചതാ. VCR ഉം സാരികളും പിന്നെന്തൊക്കെയുണ്ട്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കാറേയില്ല. എന്നാ വരട്ടെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ. അത് മാത്രം പറയരുത് പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിർത്താതെ ഓടിയാലേ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റൂ. അതൊക്കെ കഴിയുമ്പോഴേക്കും ലീവ് തീരും. പിന്നെ തിരിച്ചു പോകുമ്പോ ഇതേപോലെ വലിയൊരു ലോഡ് അങ്ങോട്ടും ചുമക്കാനുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് പതിവാ, വെരി കോമൺ. പ്രകാശേട്ടൻ ഇനി അടുത്തൊന്നും നാട്ടിലേക്കില്ലേ? അത് കുട്ടി കത്തെഴുതി ചോദിച്ചോളൂ. കൂടുതൽ കുശല പ്രശ്നത്തിനൊന്നും നേരമില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലെ 2 വാക്കെങ്കിലും പറയണ്ടേ. ഇത് കിട്ടിയ വിവരത്തിന് കത്തയക്കണം കേട്ടോ. Again, let me personally wish you greeting number 8. Happy and prosperous. Okay? Okay. കണക്ഷൻ ശരിയാണോ? ആ പ്ലേ ഒന്നുകൂടെ ഒന്ന് അമർത്തി നോക്കൂ. എന്തിന്? വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇനി അണിഞ്ഞൊരുങ്ങി തിയേറ്ററിൽ പോണ്ടല്ലോ അല്ലേ ചേച്ചി? പിന്നെ ഇവിടെ ഒന്നും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും സിനിമ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ നീ ഇംഗ്ലീഷ് തോറ്റ കാശിന് ഗതിയില്ലാത്ത വല്ലവന്റെയും കൂടെ കെട്ടിച്ചു വിടും. അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണ്ട. കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാൽ മനഃപൂർവ്വം പരീക്ഷ തോറ്റുകളെ. അമ്മയുടെ ബോറടി മാറി കിട്ടും. അല്ല, അമ്മയെ ടോണിക്ക് കഴിക്കാറില്ലേ? ആ കുപ്പി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ടോണിക്ക് ഈ പ്രായത്തിൽ ടോണിക്ക് കുടിച്ച് തടി നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാനല്ലമ്മേ അത്.
രക്തശുദ്ധിക്കുള്ളതാ. ഇപ്പൊ ഉള്ള ശുദ്ധി മതി. നിങ്ങളുടെയൊക്കെ രക്തം ശുദ്ധമായിട്ടിരുന്നാ മതി എനിക്ക്. എന്റെ മോഹന, ഇതുവരെ ശരിയായില്ലേ? ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. അല്ല സുഖേട്ടാ, അല്ലേ? എന്നെ പഠിപ്പിക്കാ? എടാ ഞാൻ പോളിടെക്നിക്ക് പഠിച്ചോനാ. ആ ടെക്നിക്ക് അല്ല ഈ ടെക്നിക്ക്. ഇത് ചേച്ചിക്ക്. ആഹാ, കാഞ്ചനക്കിനി വേറെ ഒന്നും വേണ്ട. എടാ മോഹന, നീ ഭാഗ്യവാനാ. എനിക്ക് നിന്നെ പോലെ ഒരു അളിയനില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം സമ്മാനങ്ങൾ ഇതുപോലെ എനിക്കും കിട്ടുമായിരുന്നു. അത് ചേട്ടൻ കെട്ടുമ്പോ ആലോചിക്കേണ്ടല്ലേ? അതെ. വാ, മോൾ ഇവിടെ വന്നിരിക്കും. നീ അങ്ങോട്ട് മാറട്ടെ, ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ നോക്കാന്നേ. എനിക്ക് ടെക്നിക്കൽ മൈൻഡ് ഒന്നുമില്ല തീരെ. ആ ശരിയായി. ഓട്ടോ ട്യൂണിങ്ങിന്റെ സ്വിച്ച് ഇട്ടിരുന്നില്ല. വാ, പടോടാൻ പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെമ്മക്കളാന്ന് അറിഞ്ഞോണ്ടല്ലേ സുഖമായിട്ട് എന്നെ കല്യാണം കഴിച്ചത്. ധാരാളം സമ്മാനങ്ങൾ തരുന്ന ഒരു അളിയനെ പെട്ടെന്ന് എവിടുന്ന് കിട്ടും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അല്ലെങ്കിലും എന്നെ ആർക്കും ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പഠിപ്പില്ലല്ലോ, ഉദ്യോഗമില്ലല്ലോ. നീ പടം കാണാൻ വരുന്നില്ലേ? എനിക്ക് പടമൊന്നും കാണണ്ട. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മോഹന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന്. ഈ സാരി നന്നായിട്ടുണ്ടല്ലേ? ഇതോ പല്ലിപ്പൊളി. നല്ല സാരിയൊക്കെ അവൾ ആദ്യമേ പെട്ടി വെച്ച് പൂട്ടി. ഈ നരച്ച തുണി ഞാൻ ഉടുക്കുന്നാണോ വിചാരം? എന്റെ മോളെ 4 അക്ഷരം പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവക്ക് നേരം വേണം വല്ലതും കൊടുക്കാൻ പറ്റുന്നില്ല. സുഖേട്ടന്റെ അമ്മയും അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ, ഒരു ഉപകാരം ചെയ്തു തരുമോ? എനിക്ക് എന്റെ മോക്കും സ്വൈരമായിട്ട് കഴിയാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരുമോ? വാടക വീടെന്തിനാ? അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്കും നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ? അങ്ങനെ എന്റെ വീട്ടിൽ പോയി താമസിക്കാനല്ലല്ലോ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? ഇവിടുത്തെ വീട്ടുജോലികൾ ചെയ്ത് ഒടുങ്ങാനായിരിക്കും എന്റെ വിധി. അമ്മേ ചതിച്ചു. ആ പാറുമ്മയെ കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇത് റോഡ് കൂടി വരുന്നേ ഉള്ളൂ. മോളെ ശൈലജേ, ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നാ മതി. ഏത് സ്ത്രീ അമ്മേ? പാറുമായി അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ. എന്റെ അറിവിൽ ഒരു ബന്ധവുമില്ല. ആരുമില്ല ഇവിടെ. എല്ലാവരും നാട് വിട്ടുപോയോ? ആരും ഇവിടെ കാണാനില്ലല്ലോ. ദേവി, ആ നിങ്ങളെല്ലാവരും അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി. കുട്ടീഷ്ണന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്ന. ഒരൊറ്റ അച്ഛനെ നീ മിണ്ടിപ്പോവരുത്. എടി, പോത്തുപാലത്തെ 2 ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ? പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ? എന്റെ കുട്ടീഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ ഒക്കെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൂള് 10 എടുക്കണ. നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട. അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷ്ണ. അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. ഓ പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ? ചിരിച്ചു മൈക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി? ഇത് വല്ലാത്തൊരു ശല്യമല്ലോ. ഈ പെണ്ണും. മോള് പോയി കുളിക്കാൻ നോക്ക്. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തെടി സുമാരനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഖേട്ടൻ പറഞ്ഞു അമ്മായി നമ്മുടെ ആരുമല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവന് ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പഠിക്കില്ല. അടുക്കളയിൽ എന്തൊക്കെയുണ്ടീ? അയ്യോ, മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ. ചോറാകുമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ. വിശന്നാ പിന്നെ വയറ്റിന്നൊരു കാളിച്ച. എന്റെ ദേവി,
കുറച്ചു ദിവസത്തേക്ക് പുകില് തന്നെ. നീ എന്തിനാ വയസ്സവരോട് തറുതൽ പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്നല്ലോ പഠിക്കാൻ നോക്ക്. ഈ കൊല്ലെങ്കിലും പാസ്സാവണം. ഓടി. ആ ശൈലജെ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ? ചോറാവാൻ വൈകി ഇത്തിരി ചായ ഇങ്ങോട്ട് എടുത്തോ. ഓ തൊള്ള തുടങ്ങി. അയ്യേ ചാളയാ. വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവിക്ക്? മഴയല്ലേ? ആ ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. ആ പിന്നെ ദേവകി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധന കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവൻ കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള. പെണ്ണിന് ജോലി ഉണ്ടല്ലേ? തരക്കേടില്ല കേട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാൾ എന്തുകൊണ്ടും കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേര് പറഞ്ഞതാ. ആ കുട്ടിക്ക് എന്താ തോന്നുക? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ വാങ്ങിട്ട് വെച്ചോളൂട്ടാ. മോഹന് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു പോയി അല്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹനുണ്ടല്ലോ, അവൻ എന്റെ മുമ്പിൽ നിൽക്കില്ല. കാറുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കും. പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ. മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുമായി. അറിയോ നിനക്ക്? കുട്ടി, ഐശ്വര്യായിട്ടൊരു 50 രൂപേന്റെ അടുത്ത് അമ്മായിക്ക് മുറുക്കാൻ വാങ്ങാനാ. ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ടാ. ഇതേ ഉള്ളൂ. 100ന്റെ അല്ലേ? സാരില്ല, അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും. മോഹന് തറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം. കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട? ഇക്കാലം വരെ ഒരു 5 രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ടാ? അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ, ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ സുഖേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യം പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല, ഇങ്ങനെ കാശ് കൊടുത്ത് സൽപ്പേരുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അമ്മേ, ഇതെപ്പ അവതരിച്ചു? നല്ല കീറുകീറുകയാണല്ലേ? എന്നാൽ എന്റെ മോഹനൻ നിന്റെ വേണ്ട കല്യാണം. വേണ്ട, കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ല. നമ്മയോടും പറഞ്ഞിട്ടില്ലേ? എന്നാ അമ്മയ്ക്കുള്ള എണ്ണ. നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നേ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. എന്തോന്നാ മോനെ ഇത്? അമ്മയ്ക്ക് പരദോഷത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ അടുത്തിരുന്ന് ഊട്ടി കൊടുക്ക്. ചലേ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാന്റെ ചാറുങ്ങൾ ഇച്ചിരി ഉണ്ട് എടുത്ത്. ഏയ് പൊക്കോളില്ലെന്ന്. ഓ, ആ മോഹന് ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹൻ ഒരു കല്ലെടുത്ത് അമ്മായിയുടെ തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോളിച്ചിരി മീൻചാരെടുത്തോട്. ആ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. വേണ്ട പറഞ്ഞു. ആ മുളക് 1/2 കിലോ, മുളക് 1/2 കിലോ, മല്ലികാല്, ആ മല്ലികാല്, പരിപ്പ് 1/2 കിലോ,
പരിപ്പ് 1/2 കിലോ. ആ 3 കൂട്ടോളോ? ആ 24-30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോളെ ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. മോഹനെ പതുക്കെ. അമ്മായിക്ക് കുറച്ച് പുകല തന്നെ, ഞാൻ ഉടനെ പൊക്കോളാം. ഉത്തമേട്ടാ, ഓ ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ആ ഒരു 5-6 കണ്ണി ഇരുന്നോട്ട് മോഹന്. ഇപ്പത് മതി. സ്ഥലമിട്. അപ്പ അമ്മായി അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്നും ഏരിയ കണ്ടുപോരുത്. എളേച്ചന്റെ ഭാര്യയുടെ അങ്ങളാ കുട്ടീഷിന്റെ മോനാ.